ഗോപി തൊട്ട തിരുനെറ്റി രാധയാം ഗോപി തൊട്ട കരപോരു സങ്കടം ഗോപി തൊട്ട മനം ഏവമെത്രയോ ഗോപി തൊട്ട ശിശുഗോപനാശ്രയം. ഇപ്പോൾ ശിശുഗോപനല്ല, വലിയ ആളായില്ലേ. ഇങ്ങനെ വരണ്ടൊരൻ ജീവിത വേനലിങ്കൽ ഇരുണ്ടുകൊണ്ടുണ്ടൊരു കൊണ്ടൽ മീതെ ഉരുണ്ടു കീറിപ്പനി നീർ പൊഴിക്കാൻ മുരണ്ടിടും പോലെ എനിക്ക് കാണുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഏത് ഭാവത്തിൽ വേണോ ആ ഭാവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കയറിയിരിക്കുന്ന ആ പൊന്നു തമ്പുരാന്റെ കഥ നമുക്ക് വീണ്ടും പറയണ്ടേ. അതാണ് ഇപ്പോഴെന്താ ഈ ധർമ്മപുത്രനെ കൊണ്ട് കളവ് പറയിപ്പിക്കുന്നത് ഭഗവൻ. അത് ആ ഒരൊറ്റ കളവ് പറഞ്ഞത് കൊണ്ടാണ് നരകം അദ്ദേഹത്തിന് കാണേണ്ടി വന്നത് പിന്നീട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മഹാഭാരതം. എല്ലാരും ഇങ്ങനെ ധർമ്മജനെ കളവ് പറയാൻ പ്രേരിപ്പിച്ചു. എന്തൊന്ന് ചെയ്യേണ്ടത് എന്നറിയാതെ കണ്ട് ധർമ്മപുത്രര് ദ്രോണരുടെ സമീപത്ത് കൂടെ പോയി പെട്ടെന്ന് ദ്രോണർ ചോദിച്ചു, ധർമ്മജ, എന്റെ മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് ഭീമൻ പറഞ്ഞു, ശരിയാണോ? ധർമ്മജൻ അസത്യമോതുകയില്ലെന്ന് ദ്രോണന് ഉറപ്പുണ്ട്. യുധിഷ്ഠിരൻ കേശവന്റെ മുഖത്തേക്ക് നോക്കി. മാധവന്റെ മിഴികൾ നൽകിയ ആജ്ഞ നിരസിക്കുവാൻ യുധിഷ്ഠിരന് അത് വേറെ കാര്യം. അതൊന്നും നിരസിക്കാൻ ഇല്ല മനക്കരുത്തൊന്നും ധർമ്മപുത്രർക്കല്ല പാണ്ഡവന്മാർക്ക് ആർക്കും ഇല്ല. ഹേ ഗുരുവര, അശ്വത്ഥാമ മരിച്ചത് ശരി തന്നെയാണ്. യുധിഷ്ഠിരൻ ഉറക്കെ പറഞ്ഞു. പിന്നെ പതുക്കെ തുടർന്നു, ആനയാണ്. ദ്രോണർ നിലവിട്ടു മനം വിട്ട് വില്ല് കുത്തി രഥത്തട്ടിൽ എന്നെ കഴുത്തില് തല തൂക്കിയിട്ടിരുന്നു. എന്താ ചെയ്യണ്ടേ എന്നറിയാതെ കണ്ട്. ഇദ്ദേഹം കളവറെന്ന് വിചാരിച്ചിട്ടേയില്ല. പക്ഷെ കളവല്ലല്ലോ. ആനക്ക് അശ്വത്ഥാമാവെന്ന് പേരിടാലോ. എന്തൊക്കെ പേരുണ്ട് ആനകൾക്ക്. അങ്ങനെ അടുത്ത നിമിഷം ദൃഷ്ടദ്യുമ്നൻ ശക്തമായി പോരാടി മുന്നേറി. കേശവൻ പറഞ്ഞു, ഇതാണ് നിന്റെ ഊഴം. ഇനി സമയം വരികയില്ല. ദ്രോണനെ ഇപ്പോൾ വധിച്ചു കൊള്ളണം. ഗുരുവും ദൃഷ്ടദ്യുമ്നനും വീണ്ടും ഏറ്റുമുട്ടി. കനത്ത പോര് നടന്നു. ദൃഷ്ടദ്യുമ്നന്റെ കൊടിയും കുതിരയും രഥവും ദ്രോണർ തകർത്തു. ദ്രോണർ വീണ്ടും ഏറ്റുമുട്ടുന്ന കണ്ടപ്പോൾ കേശവൻ പറഞ്ഞുകൊടുത്ത വാചകങ്ങൾ ഭീമൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്രഭോ, അങ്ങിനിയും പോരാടുന്നെങ്കിൽ അതിശയം തന്നെ ഗുരുനാഥ. അങ്ങ് ഇതുവരെ ജീവിച്ചത് സ്വപുത്രന് വേണ്ടിയാണ്. അവനെ ബലി നൽകിയ കൗരവരെ രക്ഷിക്കുവാൻ ഭവാൻ ഇനിയും പോരാടുന്നത് അത്ഭുതവും ലജ്ജയും ഉണ്ടാക്കുന്നു. അശ്വത്ഥാമാവ് മരിച്ചു കഴിഞ്ഞു. അത് ധർമ്മജൻ ചൊല്ലി അറിയിച്ചതുമാണ്. ഇനി അങ്ങ് പോരാട്ടം നിർത്തുക. മകന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇയാളിന് വേണ്ടോളം കളവ് പറഞ്ഞോളൂ. യാതൊരു ചളിപ്പൂല്ല. ഭീമസേന് കളവ് പറയാൻ. ദ്രോണന്റെ ഹൃദയത്തിൽ അമ്പുകളായി പതിഞ്ഞ വാക്കുകൾ ഭൂകമ്പം തന്നെ സൃഷ്ടിച്ചു. അതിന്റെ പ്രേരണയിൽ തകർന്ന ദ്രോണൻ വില്ല് നിലത്തിട്ട് തല കുമ്പിട്ട് മനസ്സ് മടുത്ത് തേർത്തട്ടിൽ അനങ്ങാതിരുന്നു. ഒരു തരം യോഗനിഷ്ഠയിൽ ഗുരുവിരുന്നു. പെട്ടെന്ന് വാളുമായി ദൃഷ്ടദ്യുമ്നൻ തേരിൽ പാഞ്ഞു കയറി. ഇരുഭാഗത്തുമുള്ള പടജനങ്ങൾ വിളിച്ചു ചോദിച്ചു, ദൃഷ്ടദ്യുമ്നൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? യോഗനിഷ്ഠയിൽ ഇരിക്കുന്ന ഗുരുവിനെ വധിക്കുകയോ? അരുത്, അത് പാടില്ല. നിശ്ചലനായി ആയുധമില്ലാതെ വർത്തിക്കുന്ന അദ്ദേഹത്തെ കൊല്ലരുത് എന്ന് ജനങ്ങളിങ്ങനെ രണ്ടു ഭാഗത്തുള്ളവരും ആർത്ത് വിളിക്കുന്ന സമയത്ത് യോഗത്താൽ ജ്യോതിസിനെ പ്രാപിച്ച് തപോനിധി മനസ്സുകൊണ്ട് വിഷ്ണുവിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം പോയി. മുഖം തെല്ലുയർത്തി നെഞ്ചുയർത്തി നിശ്ചലനായി കണ്ണു ചിമ്മി സത്വമൂർത്ത ഹൃദയത്തിൽ ധാരണയോടുകൂടി അദ്ദേഹം നിന്നു. ഓം എന്ന ഏകാക്ഷര ബ്രഹ്മം ജ്യോതിസായി ഗുരുവിൽ പ്രഭവീശി മനസ്സടക്കം വന്നു. ജ്യോതിർരൂപമായ ദ്വിജൻ ആകാശമേറി. വാനത്ത് രണ്ട് ദേവനുണ്ടോ എന്ന് തോന്നിപ്പോയി. അദ്ദേഹത്തിന്റെ ജീവൻ മേഘമാലകൾ തുറന്നു പോകുന്നത് 5 പേർ കണ്ടു. ആരൊക്കെ? സഞ്ജയൻ കണ്ടു, പുരഞ്ജയൻ കണ്ടു, ധനഞ്ജയൻ കണ്ടു, ധർമ്മജൻ കണ്ടു, അശ്വത്ഥാമാവ്. ഇത്ര ആള് കണ്ടു. അപ്പോഴേക്കും ശവമായ ദ്രോണ ശരീരത്തിനടുത്ത് ദൃഷ്ടദ്യുമ്നൻ എത്തി. വാളുയർത്തി ഗുരുവിന്റെ ഗളത്തിലേക്ക് വാള് വായിക്കുന്നത് കണ്ട അർജുനൻ അരുതേ എന്നുറക്കെ പറഞ്ഞു. മറ്റുള്ളവരും വിളിച്ചു പറഞ്ഞു, ഗുരുവിനെ വധിക്കരുത്, ആയുധം വെച്ചവനെ കൊല്ലരുത്. അപ്പോഴേക്കും ദൃഷ്ടദ്യുമ്നൻ ഗുരുവിന്റെ തല വെട്ടിയെടുത്തിരുന്നു. ഉറഞ്ഞ ചോര അവിടെ ഇവിടെ കഷണമായി വീണു. അദ്ദേഹം പോയല്ലോ, അദ്ദേഹം ശവം ആയി. അതാണ് ചോര കട്ട കെട്ടിയത്.
ദൃഷ്ടദ്യുമ്നൻ ദ്രോണന്റെ ശിരസ് ദുര്യോധന്റെ കാൽച്ചോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. ദൗടിച്ചോളൂ. ഭയന്ന കൗരവപ്പട ചിതറി ഓടി. അപ്പം ദൃഷ്ടദ്യുമ്നൻ ദ്രോണരെ കൊല്ലാനായിട്ട് ഉണ്ടായതാണ്. അതാണ് ആ ദൃഷ്ടദ്യുമ്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. ഇനിയിപ്പോൾ എന്താ, ഒരു നാരായണാസ്ത്രം വരാനുണ്ട് ഇനി. ദൃഷ്ടദ്യുമ്നന്റെ ഭീകര കർമ്മം കണ്ട് കുരുക്ഷേത്രത്തിൽ അധപ്പതനം വന്നു തുടങ്ങിയെന്ന് പലരും നിശ്ചയിച്ചു. ഭീഷണവേഷത്തിൽ അലറിയ പാഞ്ചാലപുത്രനെ കണ്ട് കൗരവപ്പട ചിതറി ഓടി. കർണൻ പോലും തേരി പിന്നോക്കം പായിച്ചു. കർണൻ പോലും പേടിച്ചു പോയെന്ന് പിന്നെ അതിനപ്പുറം നമുക്ക് പറയാനില്ല. ഇത്രയും ബില്ലാളി വീരനായ കർണനെ പോലും ഇദ്ദേഹം പേടിപ്പിച്ചു. ആര്? നമ്മുടെ ദൃഷ്ടദ്യുമ്നൻ ദ്രോണരെ കൊല്ലാനായിട്ടുണ്ടായതാണ്. അങ്ങനെ കൊന്നു, അത് വിചാരിച്ചാൽ മതി. പക്ഷേ ദ്രോണരെ കൊന്നു എന്ന് വെച്ചാൽ കൊന്നില്ല. ദ്രോണര് ആകാശത്തിലേക്ക് പോയില്ലേ അജീവൻ, അതിനുശേഷല്ലേ അമ്പയച്ചത്, അല്ല തല അർത്ഥത് ദൃഷ്ടദ്യുമ്നൻ. അപ്പൊ ഇവരുടെ പലായനം കണ്ടിട്ട് അശ്വത്ഥാമ ദുര്യോധനോട് ചോദിച്ചു, മഹാരാജൻ, നമ്മുടെ പട ഇങ്ങനെ ഓടുന്നത് എന്തിനാണ്? ആരാണ് അവരെ ഇത്ര കണ്ട് ഭയവിഹ്വലരാക്കുന്നത്? കർണന്റെ തേര് പോലും പിന്നോക്കം പായുന്നത് കണ്ടു ചോദിച്ചു പോയതാണ്. ആ കർണന്റെ തേര് പോലും പിറകോട്ട് പോകുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു പോയതാണ് പ്രഭു എന്ന് പറഞ്ഞു. പിതാവ് മരിച്ചു വരും അറിയാതെ വരുന്ന അശ്വത്ഥാമാവിന്റെ ചോദ്യം കേട്ട് ദുര്യോധന്റെ കണ്ണുകൾ നിറഞ്ഞു. ദുര്യോധനൻ നടന്ന സംഭവം എല്ലാം വിവരിച്ചു. കുറച്ചു പൊടിപ്പും തൊങ്ങലും കൂട്ടിയിട്ടുണ്ടാവില്ലേന്ന് എനിക്കൊരു സംശയം. പിതാവിന്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ചുള്ള വാക്കുകൾ ദ്രൗണിയിൽ പലവിധ ഭാവങ്ങൾ ഉണ്ടാക്കി. ആ പൊന്നുമോനെ കൊല്ലുമ്പോ ഒരു ഭാവം ഉണ്ടായിട്ടല്ലോ ദ്രൗണി. ഉണ്ടായിരുന്നോ? 6 പേരിൽ നീ ഉണ്ടായിരുന്നില്ലേ? ശോകതപ്തനായ അവൻ പറഞ്ഞു, അച്ഛന്റെ വേർപാടിൽ എനിക്ക് വേദനയില്ല. ആയോധനത്തിൽ മരണം ആർക്കും വരാവുന്നതാണ്. പക്ഷെ അതിന് സ്വീകരിച്ച മാർഗം തികച്ചും നിന്ദ്യമായി പോയി. അയ്യോ, ഈ തോന്നലൊന്നും അന്നുണ്ടായില്ലല്ലോ പാ. ക്രൂരമായ ഒരു പദ്ധതിയായിരുന്നു അത്. ധർമ്മജൻ ഇത്രയും അധപ്പതിച്ചല്ലോ. കേശവൻ ഇതിൽ കണ്ട സത്യം എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ ബുദ്ധിക്ക് നിരക്കുന്നതിലുപരിയാണല്ലോ ആത്മാവിന്റെ യാനം. മാധവൻ എന്താണ് ധർമ്മജനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചെന്ന് അറിയാൻ കഴിയുന്നില്ല എനിക്ക്. ഏതായാലും ഇതിന് പ്രതികാരമുണ്ട്. പാഞ്ചാലനെ ഞാൻ മുച്ചൂടും നശിപ്പിക്കും. പോരെ. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്ത അശ്വത്ഥാമാവ് പട ഒന്ന് ചേർത്ത് പാണ്ഡവരോട് എതിർത്തു. പാഞ്ചാലന്മാരെ ഞാൻ മുച്ചൂട് നശിപ്പിക്കുന്ന പണ്ട് ഈ പാഞ്ചാലനോട് ഈ പറയുന്ന ആളുടെ അച്ഛനോട് പാഞ്ചാല രാജാവ് പണ്ടേ ഒരു ദ്രോഹവൃത്തം ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. ഇപ്പോ അതിന് പകരം വീട്ടുകയും ചെയ്തിട്ടുമുണ്ട്. ഇനിയിപ്പോ എന്തായത്, അത് വീണ്ടും ഇതന്നെ പണി. അങ്ങനെ പറഞ്ഞിട്ട് അശ്വത്ഥാമാവ് പടയെ ഒന്ന് ചേർത്ത് പാണ്ഡവരോട് എതിർത്തു. കൗരവപ്പട ആർക്കുന്നത് കണ്ടപ്പോൾ ധർമ്മജൻ അതിന്റെ കാരണം അന്വേഷിച്ചു. ഓരോരാൾക്കും അന്വേഷണത്ത് വരെയുണ്ടല്ലോ. അല്പം രോഷത്തോടെ കിരീടി പറഞ്ഞു, ജ്യേഷ്ഠ, എന്തൊക്കെയായാലും അങ്ങ് അധർമ്മം ചെയ്തു. ആനയെ കൊന്നാലും കുതിരയെ കൊന്നാലും നുണ തന്നെയാണ്. ഗുരു ജ്യേഷ്ഠനെ വിശ്വസിച്ചവനെ വഞ്ചിക്കുന്നത് ബ്രഹ്മഹത്യാ പാപം. ഓഹോ, അർജുനനോട് നീ തത്വലം പറയാൻ പഠിച്ചിനി. എന്തായാലും അത് കഷ്ടമായി പോയി. അതാ ഈ വാക്ക് കേട്ടുകൊണ്ട് നമ്മുടെ പൊന്നതമ്പുരാനായ കേശവൻ അവിടെ കാണുന്നു. അർജുനനോട് കേശവൻ പറഞ്ഞു, പാർത്ഥ, ധർമ്മജനെ കുറ്റം പറയുവാൻ നിനക്കെന്താണ് ഇപ്പോൾ അവകാശം? ഗുരുവിനെ രക്ഷിക്കണമായിരുന്നെങ്കിൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തും അതാവാമായിരുന്നില്ലേ? ദൃഷ്ടദ്യുമ്നന്റെ കരം മുറിച്ചു മാറ്റുവാൻ തെല്ലും നിനക്ക് പ്രയാസമുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നിനക്ക് രാജ്യം വേണമെന്നുണ്ട്, ഐശ്വര്യം നേടണമെങ്കിൽ ഇങ്ങനെ ചിലത് ചെയ്യേണ്ടി വരും. അതുപോകട്ടെ, ഗുരുവിന്റെ മൃതദേഹത്തിലാണ് ദൃഷ്ടദ്യുമ്നൻ വെട്ടിയത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ജീവൻ വെണ്ണേറിയത് നീയും കണ്ടതല്ലേ. ശവത്തിലല്ലേ ദൃഷ്ടദ്യുമ്നൻ പരാക്രമം കാണിച്ചുള്ളൂ. മറിച്ചവന്റെ പിതാവിനെ ഗുരു കൊന്നില്ലേ? അത് പറയും. പരാക്രമം ജീവൻ എല്ലാവർക്കും തുല്യമാണ്. പിതൃസ്നേഹവും അങ്ങനെ തന്നെ. പിതൃസ്നേഹമുള്ള ദൃഷ്ടദ്യുമ്നൻ പകവീട്ടെന്ന് മാത്രം വിചാരിച്ചാൽ മതി. പിന്നെ അതിനെ സ്വീകരിച്ച മാർഗം തെറ്റാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ തെറ്റ് പ്രവർത്തിക്കുന്നതും. ദ്രോണർ വെറും ഒരു യോദ്ധാവ് മാത്രമാണ് ആയോധനക്കളത്തിൽ. ദുര്യോധനു വേണ്ടി പടവെട്ടുന്നവൻ. അതിൽ കവിഞ്ഞ പ്രാധാന്യം വരുന്നത് സന്ദർഭവും അവസരവും മാറുമ്പോൾ മാത്രമാണ് അർജുന. ഇപ്പൊ ഇവിടെ ഇതൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല എന്നല്ല. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഭീമനും ധർമ്മജനും
പറയുമ്പോൾ അത് ശരിയല്ലെന്ന് പറയുവാൻ എന്തേ നീ ധൈര്യം കാണിക്കാതിരുന്നത്? നീ എന്തേ അന്നേരം മിണ്ടാതിരുന്നത്? ആ സമയത്ത് തന്നെ നിനക്ക് പറയാമായിരുന്നല്ലോ, ഇത് രണ്ടുപേരും പറയുന്നത് കളവാണ് എന്ന് പറയാമായിരുന്നില്ലേ? ധീരത സ്വയം പുലർത്തുമെന്നോതുന്നവൻ അത് പുലർത്തിയിട്ടില്ല. കുരുക്ഷേത്ര യുദ്ധം എന്റെ നെഞ്ചിലെ ആയോധനമാണ്. ഇവിടെ നടക്കുന്ന യുദ്ധം എന്റെ ചൂതുകളിയാണ്. അന്ന് എന്നെ ചൂത് കളിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇന്നതാ ഞാൻ ഇങ്ങനെ ചൂത് കളിക്കുകയാണ് അർജുന. അധർമ്മം കൊടിനാട്ടി നിൽക്കുന്ന പലതും എനിക്ക് നശിപ്പിച്ചേ തീരൂ. രാജ്യം പാണ്ഡവർക്ക് നൽകി ഐശ്വര്യം വർദ്ധിപ്പിക്കണം. അതിന് ചിലതെല്ലാം അനുഷ്ഠിച്ചേ മതിയാകും. അത് ഞാൻ ചെയ്തിരിക്കും. ഉറപ്പ്. കേശവൻ തെല്ല് നിർത്തി. ഒരേ പറയുമ്പോൾ ശ്വാസം കിട്ടുന്നുണ്ടാവില്ല ഭഗവാനി. അർജുന, നിന്നെ പോലെ ദുഷ്ടതും എന്റെയും ഗുരുവാണിലുണർ. നിനക്ക് വേണ്ടി അദ്ദേഹം അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ ഫലങ്ങൾ അദ്ദേഹം നിന്റെ മുമ്പിൽ വെച്ച് അനുഭവിച്ചു എന്ന് കരുതിയാൽ മതി. ഏകലവ്യന്റെ പെരുവിരൽ വരെയുള്ള സംഭവങ്ങൾ പാർത്ഥന്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അപ്പോഴേക്കും ദ്രൗണി കൗരവപ്പടയുമായി പാണ്ഡവരെ ചെറുക്കുവാൻ വന്നെത്തി. ഇതെല്ലാം വേണ്ടാത്ത പണിയല്ലേ ആ ആചാര്യനാണെങ്കിൽ എടുത്തത്. നമ്മുടെ ഒരു ആചാര്യനുണ്ട്, അദ്ദേഹം പറയും ആചാര്യനാണെങ്കിൽ ആചരിച്ച് കാണിക്കണം എന്ന്. സത്യമല്ല അത് 100%. പക്ഷേ ഈ ദ്രോണാചാര്യ എന്താ ചെയ്തത്? ആ പാപം ആ പാട്ടുപാടന്റെ പെരുവിരല് മുറിച്ചു മാറ്റിച്ചില്ലേ? അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഒന്ന് പെട്ടെന്ന് ദ്രൗണി നാരായണാസ്ത്രമെടുത്തു. വരുന്നു. മന്ത്രം ജപിച്ചു, ശക്തി ആവാഹിച്ചു. അസ്ത്രം ജ്വലിക്കുവാൻ തുടങ്ങി. വിവിധങ്ങളായ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അതിൽ നിന്നുണ്ടായി. ഓരോ ആയുധവും ഒരു പാണ്ഡവന്റെ ജീവൻ കാർന്നു തിന്നു. പാണ്ഡവർ പിന്തിരിഞ്ഞു. ധർമ്മജൻ പറഞ്ഞു, ആരും ഉയർത്തരുത്. ഇവിടെ വേണ്ടത് കേശവൻ ചെയ്തു കൊള്ളും. വേണ്ടുന്ന സമയത്ത് വേണ്ടത് പറയാൻ ധർമ്മപുത്രർക്ക് അറിയാം. കേശവൻ പറഞ്ഞു, സൈനികരെ ആരും ഓടുക വേണ്ട. ആയുധങ്ങൾ താഴെ വെച്ച് കൈകൂപ്പി തറയിൽ അമർന്ന് കിടക്കുവിൻ. ഈ അസ്ത്രത്തിന് പ്രതിവിധിക്കാതേ ഉള്ളൂ. അസ്ത്രം വരുന്ന നമസ്കരിക്കുക. ഒറ്റൊരാള് മാത്രം നമസ്കരിക്കൂല. അതാരാ? നമ്മുടെ ഭീമസേനൻ. ബാക്കി എല്ലാവരും നമസ്കരിച്ചു. ഇനി അടുത്തത് കണ്ടോ. ഈ നാരായണാസ്ത്രത്തിന് അത് വരുമ്പം ആരും അതിനോട് അങ്ങോട്ട് അമ്പയ്യാൻ പോയിക്കൂടാ. അത് നമസ്കരിക്കുക. അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്ത എല്ലാവരോടും. അസ്ത്രത്തിന് നമുക്ക് ഭീമസേന മാത്രം അതിന് മെനക്കെട്ടില്ല. ആ ഭീമസേന പിന്നെ അങ്ങനത്തെ ഒരു തല കുനിക്കുന്ന സ്വഭാവം പഠിച്ചില്ല അദ്ദേഹം. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ ആയിപ്പോയി. എന്തുകൊണ്ടത് പറഞ്ഞിട്ട് എല്ലാവരും നമസ്കരിച്ചു. എല്ലാവരും നമസ്കരിക്കുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? എത്ര മമ ചിത്തപങ്കജം തത്ര തവ കോമളം വപു. എത്ര മമ വാക്പ്രകാശമേ തത്ര തവ നാമ സംഗതി. ഗുരുവായൂരപ്പ ശരണം. അങ്ങനെ പാരമെരിഞ്ഞണയുന്ന ശരം കണ്ടു നാരായണൻ മെയ്യിലേറ്റുകൊണ്ടിടിനാൻ. അത് അങ്ങനെ ഭഗവാൻ ഈ നാരായണാസ്ത്രം അങ്ങനെ വരുന്ന നാരായണനത് ശരിക്കും തടഞ്ഞു എന്നാണ് പറയുന്നത്. ഹൃദയത്തിലേക്ക് ഏറ്റു. എല്ലാരും അമർന്ന് കടന്നോളൂ എന്ന് പറഞ്ഞല്ലോ. അത് കേട്ട് ഭീമൻ പറഞ്ഞു, സൈനികരെ അടിയറവൊന്നും പറയണ്ട കേട്ടോ. അസ്ത്രം താഴെ വെക്കരുത്. ഞാൻ ഒറ്റക്ക് അസ്ത്രത്തിൽ തടഞ്ഞുകൊള്ളാം. പക്ഷേ കേശവന്റെ വാക്ക് കേട്ട് സൈനികർ ആയുധം വിറ്റ് മണ്ണിൽ അമർന്ന് കിടന്നു. ഈ പൊണ്ണത്തടിയന്റെ വാക്കൊന്നും അവർക്ക് കാര്യമല്ല. ഭഗവാന്റെ വാക്കാണ്. ഇതിങ്ങനെ വലിയ പന പോലെ വളർന്നിട്ടുണ്ട് പറഞ്ഞാലും വാക്കിനൊന്നും അത്ര ആരും പ്രാധാന്യം കൊടുക്കാറില്ല. ഭീമൻ തേരിൽ നിന്ന് ഭൂമിയിൽ ചാടിയതുമില്ല. നാരായണാസ്ത്രം ഭീമനെ ഇങ്ങനെ പൊതിഞ്ഞു വരാൻ തുടങ്ങി. അപ്പൊ സൂതനും കുതിരകളും തേരും കരിയുവാൻ തുടങ്ങി. അതാണ് കേശവൻ വിജയ അമാദിച്ചാൽ ഭീമൻ ഇപ്പം മരിക്കും. അതിനു മുമ്പ് ആ രഥത്തിൽ ചാടിക്കയറി അവന്റെ കരത്തിൽ നിന്നും ആയുധങ്ങൾ പിടിച്ചു വാങ്ങി ദൂരെ കളയണം. വേഗമാകട്ടെ, സമയം പോകുന്നു അർജുന. കേശവൻ പറഞ്ഞതുപോലെ പ്രാർത്ഥന അനുഷ്ഠിച്ചു. നാരായണാസ്ത്രം കത്തിജ്വലിച്ചു കേശവന്റെ സമീപത്തേക്ക് വന്നു. മാധവൻ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അനവദ്യമായ പ്രഭയോടെ മാധവനെ പൊതിഞ്ഞു ശരം നിന്നു. ദുര്യോധന അശ്വത്ഥമാവിനോട് ചോദിച്ചു, കേശവൻ കരിഞ്ഞു കാണുമോ? അയ്യടാ, ചിന്തിച്ചാ മതി കേട്ടോ. അശ്വത്ഥമാവ് ചിരിച്ചോണ്ട് പറഞ്ഞു, ദുര്യോധന
മാധവൻ കരിയുകയോ ഒരിക്കലുമില്ല. നാരായണാസ്ത്രത്തെ ആവാഹിക്കുന്നതും സ്വാംശീകരിക്കാനും മാധവനറിയാം. മാനസിക സിദ്ധിയാണത്. നാരായണാസ്ത്രം കേശവനിൽ ലയിക്കുന്ന അത്ഭുത ദൃശ്യമാണ് ഇപ്പോൾ നാം കാണുന്നത്. കണ്ടോളൂ, ഇനി ഒരിക്കൽ ഈ ദൃശ്യം കാണാൻ പറ്റിയെന്ന് വരൂല. അങ്ങനെയുള്ളൊരു രംഗമാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് കുരുക്ഷേത്രത്തിലെ പ്രഭ മങ്ങി അസ്ത്രം ഗോവിന്ദനിൽ അലിഞ്ഞു ചേർന്നു. നാരായണാസ്ത്രം പാണ്ഡവർക്കൊരു ഹാനിയും വരുത്താതെ മാധവനിൽ ലയിച്ചു. കേശവന്റെ പുഞ്ചിരി അശ്വത്ഥാമാവിന്റെ ഹൃദയത്തിൽ നിരവധി ഭാവത്തിൽ വിടർന്നു. ഒരുപാട് 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 എത്രാന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാതത്ര ഭാവം. ഇനിയിപ്പം അടുത്തത് കർണൻ മരിക്കും. കർണൻ ഒരുപാട് 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 തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കർണൻ നല്ലൊരു വില്ലാളി വീരനായിരുന്നു. എന്ത് ചെയ്യാം? ദ്രോണ സ്വർഗം പോകി ദ്രൗണി നാരായണാസ്ത്രം അയച്ചു, പരാജയമേറ്റ് വാങ്ങി. പോരെ? നാരായണാസ്ത്രം ഫലിക്കാതെ പോയത് അശ്വത്ഥമാവ് ആകുലനായി. സായാഹ്നത്തിൽ അവൻ രഥം ഓടിച്ചു വ്യാസനെ ചെന്ന് കണ്ടു. മുനിയുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് അശ്വത്ഥമാവ് ചോദിച്ചു, ഭഗവൻ, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഞാൻ അയച്ച നാരായണാസ്ത്രം പാണ്ഡവരെ നശിപ്പിക്കാതെ കേശവനിൽ ലയിച്ചു ചേർന്നു. അതെന്തുകൊണ്ടാണ് ചോദിച്ചു. അപ്പം മഹർഷി പറഞ്ഞു, അശ്വത്ഥാമാവേ, നാരായണാസ്ത്രം സാത്വികമാണ്, അതുകൊണ്ട് തന്നെ ശക്തിയേറും അതിന്. എന്നാൽ ധർമ്മികളെ ആ അസ്ത്രം വെറുതെ വിടും, അധാർമികരെയാണ് അത് ചാമ്പലാക്കുക. വ്യാസൻ ചിരിച്ചു. ആ ചിരി ദ്രൗണിയുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ചെന്നു. മൗനിയായ ദ്രൗണി ശിബിരത്തിലേക്ക് മടങ്ങി. പാണ്ഡവരുടെ ധാർമ്മികതയെ ജയിക്കുവാൻ ആവുകയില്ലെന്ന് കണ്ട് അവൻ ദീനനായി. പ്രഭാതമായില്ല. അതിനു മുമ്പ് കർണൻ അടുത്ത സേനാപതിയായി ദുര്യോധനൻ അഭിഷേകിച്ചു. കർണൻ പറഞ്ഞു, ദുര്യോധനാ, ഇന്ന് ഞാൻ പോരാടൂട്ടോ. പാണ്ഡവപ്പടയുടെ അന്ത്യം കണ്ടേ ഞാൻ മടങ്ങി വരികയുള്ളൂ. മടങ്ങി വന്നിട്ടില്ലെങ്കിൽ നീ കരയണ്ടാട്ടോ. നീ ധൈര്യമായി വസിച്ചാലും സുഹൃത്തേ. പക്ഷേ അർജുനന് ഗോവിന്ദൻ എന്ന പോലെ എനിക്കൊരു സാരഥിയില്ല. അതാണ് എൻ്റെ പരാജയത്തിന് കാരണം. അയ്യടാ. ദുര്യോധനൻ പറഞ്ഞു, ശല്യർ നമ്മുടെ ഉപ്പും ചോറും തിന്നു കിടക്കുന്ന ആളല്ലേ. ഒരു പട്ടിയെ പോലെ ശല്യരി തീർച്ചയായും പറഞ്ഞാൽ വരാതിരിക്കുകയില്ല. അങ്ങനെ ഒന്ന് ശ്രമിക്കാം. നേരം നല്ലവണ്ണം വെളുക്കട്ടെ. ശല്യന്റെ കൈനില വരെ പോകാം. ആർക്ക് ശല്യം? അദ്ദേഹം. കൗരവരുടെ ശിബിരത്തിൽ സംഭവങ്ങൾ പാണ്ഡവരും കേശവനും അറിഞ്ഞു. കർണനാണ് പടയുടെ നായകൻ എന്നറിഞ്ഞതോടെ യുധിഷ്ഠിരൻ ആകെ ഭയന്നു. കർണന്റെ സാരഥി ശല്യരാണെന്ന് കൂടി തീരുമാനിച്ചിട്ടുണ്ടെന്നറിഞ്ഞതോടെ ഭയം എന്തായി? ഇരട്ടിയായി. കർണൻ എന്നും യുധിഷ്ഠിരന്റെ ഉറക്കം കളഞ്ഞിരുന്നു. ശസ്ത്രാസ്ത്ര വിശാരദനാണ് കർണൻ. കരബലവും കയ്യൂക്കും മിത്രാത്മജനോളം അർജുനന് വരികയുമില്ല. പാണ്ഡവരെ കർണൻ ഇന്ന് ഏത് മുടിക്കും. അശ്വഹൃദയം അറിയുന്ന ശല്യനോളം തേർന്നടത്തുവാൻ ആർക്കും കഴിയുകയുമില്ല. യുധിഷ്ഠിരന്റെ മനം ചഞ്ചലമായി. അപ്പോ ഭഗവാനിൽ വേണ്ടത്ര വിശ്വാസമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ജനാർദ്ദൻ പാർത്ഥനോട് യുധിഷ്ഠിരനോട് കേശവൻ പറഞ്ഞു, ഇന്ന് കർണനാണ് കേട്ടോ സേനാപതി. തന്റെ കരബലം അവൻ പ്രദർശിപ്പിക്കും. കർണന്റെ ശക്തി കുറക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. മിത്രാത്മജനെ തേജോവധം ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ് ഇകഴ്ത്തി പറയുമ്പം ഒന്നും ഒരു എന്താ പറയാ, ശക്തി ചോർന്നു പോയതുപോലെ അവൻ കർണന്. അങ്ങനെയുണ്ട്. നിരന്തരം കർണന്റെ മനസ്സിനെ മുറിപ്പെടുത്തുക, അവന്റെ മനസ്സിനെ ക്ഷീണിപ്പിക്കുക, അവനെ വിവശനാക്കുക. മനസ്സ് തളർന്നാൽ പിന്നെ ഏത് കരുത്തനും തൃണതുല്യം ദുർബലനാവും. ഇത് ഭംഗിയായി നടത്തുവാൻ അറിയാവുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാത്? ശല്യരാണ് ആ ഒരാള്. ധർമ്മജൻ മാദ്രേശനെ കാണണം. ദുര്യോധന രാജൻ കർണന്റെ സാരഥ്യം ഏറ്റെടുക്കുവാനുള്ള അപേക്ഷയുമായി എത്തും മുമ്പായി നിങ്ങൾ അവിടെ എത്തിച്ചേർന്നിരിക്കണം. എന്താ പത്രം കണ്ട? എന്തിനായുധം എടുക്കുന്നു? ഭഗവാന്റെ നാവ് തന്നെ നല്ലൊരായുധല്ലേ. മനസ്സ് അതിനേക്കാളും നല്ലൊരായുധം. കേശവന്റെ വാക്ക് മാനിച്ചു പാണ്ഡവർ പ്രഭാതത്തിന് മുമ്പ് തന്നെ മാദ്രേശനെ ചെന്ന് കണ്ടു. ധർമ്മജൻ ബഹുമാനത്തോടെ വന്ന കാര്യം അറിയിച്ചു. ശല്യർ ഒരു നിമിഷം ചിന്തയിലാണ്ടു. കർണന്റെ സാരഥിയായി താൻ ഇരിക്കുകയാണെങ്കിൽ കർണനെ തേജോവധം ചെയ്തു കൊള്ളാമെന്ന് ഒടുവിൽ മാദ്രേശൻ സമ്മതിച്ചു. സന്തോഷത്തോടെ പാണ്ഡവർ മടങ്ങി. ഓരോരോ ആവശ്യത്തിന് ഇവര് കണ്ടില്ലേ, ഭീഷ്മരെടുത്ത് ഉത്രൂട്ടം കൂട്ടിക്കൊണ്ടുപോയി ഭഗവാൻ. അതുപോലെ ശല്യരെടുത്ത് കൂട്ടിക്കൊണ്ടുപോയി നമസ്കരിച്ചു. കാര്യങ്ങൾ പറഞ്ഞു. അപേക്ഷ സാങ്ഷനായി.
പാണ്ഡവർ ശിബിരത്തിലേക്ക് മടങ്ങുമ്പോൾ ദുര്യോധന്റെ രഥം ശല്യരുടെ ശിബിരത്തിലേക്ക് പോകുന്നത് കണ്ടു. ദുര്യോധൻ മാദ്രേശനോട് കർണന്റെ സാരഥ്യം ഏറ്റെടുക്കണമെന്ന് അപേക്ഷിച്ചു. ശല്യർ ആദ്യം വിസമ്മതിച്ചു. എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചപ്പോൾ സമ്മതിച്ചു. പ്രഭാതം തെളിഞ്ഞു. അരുണൻ ഉണർന്നു. രഥമേറി കുരുക്ഷേത്രത്തിലെത്തി. അതോടെ കൗരവപ്പടയും പാണ്ഡവപ്പടയും സജ്ജമായി. ശംഖമുഴക്കി ആയോധനം തുടങ്ങി. ശല്യർ നയിക്കുന്ന രഥത്തിൽ കർണൻ ആയുധ സജ്ജനായി കുരുക്ഷേത്രത്തിലേക്ക് വന്നു. കർണൻ പറഞ്ഞു, മഹാബാഹു, രഥം വേഗത്തിൽ നയിച്ചാലും അർജുനനെ കാണുവാൻ എനിക്ക് തിടുക്കമായി. എന്റെ മുന്നിൽ ഇന്ന് അർജുനൻ നിൽക്കുകയില്ല. ഞാൻ കോപിച്ചാൽ ആർക്കാണ് തടയുവാൻ കഴിയുക? പൊങ്ങച്ച സഞ്ചി അഴിക്കാൻ തുടങ്ങി അദ്ദേഹം. ഇന്ദ്രൻ തന്നെ പോരിന് വരട്ടെ, ഞാൻ തകർത്ത് വിടും. ഭീഷ്മരെയും ദ്രോണരെയും പാർത്ഥൻ പതിപ്പിച്ചത് എങ്ങനെയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആയോധനത്തിൽ എനിക്ക് അവനോട് തെല്ലും ഭയമില്ല. രഥം വളരെ വേഗം പാണ്ഡവപ്പടയുടെ മുമ്പിലേക്ക് നയിച്ചാലും. അപ്പൊ കർണന്റെ ആത്മപ്രശംസ, ഭയങ്കര ആത്മപ്രശംസയാണ് കർണനുള്ള ഒരേ ഒരു ദോഷവും അതാണ്. കർണ, നിന്റെ മേനി പറിച്ചൽ മതിയാക്ക്. അർജുനനോട് എതിരിട്ട് നിൽക്കുവാൻ നിനക്കാവുകയില്ല. കേശവൻ തെളിക്കുന്ന രഥത്തിൽ ഉദയസൂര്യനെ പോലെ വരുന്ന പാർത്ഥനെ ആയോധനത്തിൽ പരാജയപ്പെടുത്തുവാനോ? നല്ല കാര്യമായി. കർണ, നിന്റെ മോഹം നടക്കുവാൻ പോകുന്നില്ല. ഹംസങ്ങൾ ഉയർന്നു പറക്കുന്നത് കണ്ട് അഹങ്കരിച്ച കാക്കകൾക്കുണ്ടായ അനുഭവമായിരിക്കും ഒരു കാക്കക്കുണ്ടായ അനുഭവമായിരിക്കും നിനക്കും ഭവിക്കുക. പഴയ പല സംഭവങ്ങളും നിനക്ക് ഓർമ്മയില്ലേ? സത്യം പാലിക്കുവാൻ പാണ്ഡവർ വനത്തിൽ താമസിക്കുമ്പോൾ ദുര്യോധനന് നീയും അവരെ ഉപദ്രവിക്കാൻ എത്തിയില്ലേ? അന്ന് ദൂരമൂത്ത ദുര്യോധനൻ ഗന്ധർവന്റെ കരത്തിൽ അകപ്പെട്ട സമയത്ത് നിങ്ങളെല്ലാം രക്ഷിക്കുവാൻ ധനഞ്ജയൻ കാണിച്ച പരാക്രമം എന്ത് അത്ഭുതമായിരുന്നു! ഓർമ്മയില്ലേ അതൊന്നും? അങ്ങനെയുള്ള പാർത്ഥന്റെ സമീപത്തേക്കാണ് നീ ചെല്ലുന്നതെന്ന് ഓർമ്മ വേണം. കുരക്കുന്ന ശ്വാനൻ കടിച്ചതാ, ഇന്നും കുരക്കുന്ന പട്ടിയെ കടിക്കയില്ലെന്നും കേട്ടിട്ടുമില്ലേ സുയോധന? ഇവന് ഈ കൊര മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. കർണ, പാർത്ഥനെയും അവന്റെ സാരഥിയും ജയിക്കുവാൻ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയുകയില്ല കേട്ടോ. പിന്നല്ലേ അങ്കേശനായ നീ വിടുവാ പറയാതെ മുന്നിലേക്ക് നോക്ക്. എരിയുന്ന അഗ്നിജ്വാലകൾ അടുത്ത് വരുന്നത് പോലെ ദാ പാർത്ഥനും കേശവനും വരുന്നു. ജ്യോതിസിന്റെയും ജ്യോതിസായി അവരെ അപായപ്പെടുത്തുവാൻ നിനക്കാവില്ല കർണ. അടങ്ങി പാർക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ആര് പറഞ്ഞു? ശല്യര് പറഞ്ഞു. ശല്യരിങ്ങനെ പല പ്രാവശ്യം കർണനെ തേജോവധം ചെയ്തു. മേഘങ്ങൾ നീങ്ങി ആകാശം പോലെയായിരുന്നു കർണന്റെ മനസ്സ്. അത് വീണ്ടും കലുഷിതം. നല്ല തെളിഞ്ഞിട്ടുണ്ടായിരുന്ന ആടെയാണ് ഇപ്പൊ കലക്കി വെച്ചത്. എങ്ങനെ പെരുമാറണമെന്നറിയാതെ അവൻ കുഴങ്ങി. കർണന്റെ മനസ്സ് തളരുവാൻ തുടങ്ങി. ചിന്തകൾ ഒരു നിമിഷം ഭൂതകാലത്തിലേക്ക് മടങ്ങി. എവിടെയും തനിക്ക് അവഹേളനം മാത്രമല്ലേ ലഭിച്ചിട്ടുള്ളൂ. ജനിച്ച നിമിഷം മുതൽ ഇന്ന് വരെ താൻ പരിഹാസപാത്രമായിരുന്നു. തന്റെ വ്യക്തിത്വത്തെ അടുത്തറിഞ്ഞത് കേശവൻ മാത്രമാണ്. ഏറെ സ്നേഹവും വാത്സല്യവും മാധവൻ നൽകുകയും ഉണ്ടായി. എങ്കിലും അന്നം കൊണ്ടും അംഗരാജ്യം കൊണ്ടും ദുര്യോധനെ വിട്ടു നിൽക്കുവാൻ തനിക്ക് കഴിയുകയില്ല. മറിച്ചായിരുന്നെങ്കിൽ പാണ്ഡവരോടൊപ്പം നിന്ന് ഇപ്പോൾ രാജ്യം ആസ്വദിക്കാമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ തന്റെ അന്ത്യം കുറിക്കും. കർണൻ കൂടെ ഉണ്ടെങ്കിൽ ആ കിരീടം യുധിഷ്ഠിരന്റെ തലയിലല്ലല്ലോ ഉണ്ടാവുക, കർണന്റെ തലയിൽ ശിരസിലല്ലേ ഉണ്ടാവുക. അതിപ്പോ കർണൻ ഓർക്കുന്നു ഇങ്ങനെ. ഈ നിമിഷത്തിൽ ബന്ധം പറയുന്നത് തന്നെ ഭീരുവായി സങ്കല്പിക്കുവാൻ സഹായകമാകും. അതുകൊണ്ട് ആ രഹസ്യം എന്നോടുകൂടി അവസാനിക്കട്ടെ. ഇപ്പൊ ശല്യര് പറയാൻ തുടങ്ങി. കർണ, നിന്റെ ധിക്കാരം അടക്കുവാൻ വില്ലാളിയെ ധനഞ്ജയൻ വരുന്നു, പോരടിച്ചുകൊള്ളൂ. കർണൻ ധനുസ്സിൽ അസ്ത്രം ചേർത്ത് അർജുനനെ പ്രതീക്ഷിച്ചു നിന്നു. പാർത്ഥന്റെ രഥം എതിരെ വന്നുവെങ്കിലും ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. കർണൻ പാണ്ഡവപ്പടയിലേക്ക് കയറി. ഉണക്കയിലയിൽ പിടിച്ചു കയറുന്ന അഗ്നി പോലെ കർണൻ പാണ്ഡവപ്പടയെ എരിച്ചു. കത്തിച്ചു. കൗരവർ ആർത്തട്ടഹസിച്ചു. പാണ്ഡവരെ കർണൻ നശിപ്പിക്കുമെന്ന് കൗരവർ ഉറച്ചു കരുതി. ശബ്ദങ്ങൾ അധികരിച്ചു. അത്ര അഹങ്കരിക്കണ്ട കേട്ടോ. ഭഗവാൻ കൂടെ ഉണ്ടാകുമ്പോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. കൗരവരുടെ ആഘോഷം കേട്ട് അർജുനൻ പല പ്രാവശ്യം കേശവനോട് അഭ്യർത്ഥിച്ചു. കർണൻ മതിക്കുകയാണ്, അവനെ തടഞ്ഞില്ലെങ്കിൽ അപമാനം വരും. പറഞ്ഞു ഭഗവാൻ. മിത്രാത്മജൻ ആയോധനം നടത്തട്ടെ. പാണ്ഡവസേന കുറെ നശിച്ചാലും സാരമില്ല. യുദ്ധത്തിൽ അവൻ തളരും വരെ നീ വിശ്രമിക്കുക. കണ്ടോ സൂത്രം? സൂത്രം. ഇതാണ് ഭഗവാന്റെ സ്നേഹം. ജഗദീശ്വര ദീന ജനാകുല ജയ പശുപാല വിലോല ഹരേ
നമിത കുചേല കുശേഷിത ലാലസപോഷിത പൂജ്യ ഭവാധിപതേ മനസി ജമോഹന മാമുനി വന്ദിത മഞ്ജുളമായ മനോജ്ഞകരേ ജയ ജയ ഹേ ഗുരുവായൂപുരേശ്വര നന്ദകുമാരക പാലയ മാം